ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ബഹ്റൈനിലേക്ക്, അതായത് എൻ്റെ ഇക്കായുടെ അടുത്തേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ലോഗ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും, ഞാനൊരു 10 ഡേയ്സ് ലീവിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അൽഹംദുലില്ലാ എല്ലാം റാഹത്തായി കഴിഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഇക്കായുടെ അടുത്തേക്ക് വീണ്ടും പോവുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ലോഗ് കാണാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇത് കാണുന്നതിൻ്റെ മുന്നേ അത് കാണുക, എന്നിട്ട് ഇത് കാണുക. അപ്പോൾ ഇപ്പം നേരെ ഞങ്ങൾ പോണത് ഇപ്പോൾ മാമാൻ്റെ ഫ്ലാറ്റിലേക്കാണ്. ഞാനും മാമയും കൂടി ഒരുമിച്ചിട്ടാണ് പോണത്. അപ്പോൾ ഉപ്പയും ഉമ്മയും ഉണ്ണിയും കൂടിയിട്ട് മാമാൻ്റെ ഫ്ലാറ്റിലേക്ക് ആക്കി തന്നിട്ട് ഞാൻ പോയാൽ അവർ റിട്ടേൺ വീട്ടിലേക്ക് വരും. അവിടുന്ന് ഞാനും മാമിയും ഉണ്ണികളൊക്കെ കൂടിയിട്ടാണ് എയർപോർട്ടിലേക്ക് പോണത്. അവിടെ നിന്ന് അങ്ങോട്ട് ഞാനും മാമയും മാത്രമാണ് പോകുന്നുള്ളൂ, മാമിയും ഉണ്ണികളും പിന്നെ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ഒരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലേക്ക് വന്നിട്ട് ഉപ്പ എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അതായത് ടച്ച് ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത് കൊച്ചി ടു മുംബൈ ടു ബഹ്റൈൻ. അപ്പോൾ ജസ്റ്റ് വിശക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി പോയി കേട്ടോ. അങ്ങനെ ഉപ്പ എനിക്ക് കുറച്ച് ആപ്പിളും സിട്രസും ഒക്കെ മേടിച്ച് കൊടുന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾ നേരെ ഫ്ലാറ്റിലേക്ക് പോയി. ഫ്ലാറ്റിലെത്തിയപ്പോൾ അവരൊക്കെ റെഡി ആവേണ്ടിയിരുന്നു. ഇതാ മാമാൻ്റെ ലഗേജൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ റെഡി ആവേണ്ടിയിരുന്നു. ഞാൻ അവരെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരുന്നു. അങ്ങനെ മാമിയുടെ റെഡി ആവലൊക്കെ കഴിഞ്ഞപ്പോൾ മാമി കുറച്ച് ചായ ഉണ്ടാക്കി തന്നു. എനിക്ക് നല്ല ഫീവറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാമി എനിക്ക് കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി തന്ന് ബിസ്ക്കറ്റൊക്കെ കൂട്ടി കഴിച്ചപ്പോൾ ഒരു ആശ്വാസം കിട്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഉപ്പയും ഉമ്മയൊക്കെ അവിടെ നിന്ന് തിരിച്ചു പോയി. ഞാനും മാമിയും കൂടിയിട്ട് ഒരു വണ്ടിയിലും, പിന്നെ മാമിയുടെ സിസ്റ്ററും ഹസ്ബൻഡും പിന്നെ ഉണ്ണികളൊക്കെ കൂടിയിട്ട് വേറെ വണ്ടിയിലാണ് വന്നത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലെത്തി. അങ്ങനെ നമ്മൾ ഡിപ്പാർച്ചറിൻ്റെ അവിടെ നിന്നു. പിന്നെ നമ്മൾ ടെർമിനൽ 1 നിന്നിരുന്നു കേട്ടോ. കാരണം നമ്മൾ മുംബൈ ടച്ച് ചെയ്യേണ്ടായിരുന്നല്ലോ. അത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടുന്ന് എനിക്ക് കോഫിയും മാമാക്ക് ചായയും ഓർഡർ ചെയ്തു. അങ്ങനെ അത് വന്നു. പിന്നെ നമ്മൾ മസാല ദോശ ഓർഡർ ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു മസാല ദോശയും ഒരു കോഫിയും ചായയൊക്കെ കഴിച്ച് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗേറ്റ് 4 ഇപ്പോൾ ടൈം ഏതാണ്ട് 10:45 ആയിട്ടുണ്ടായിരുന്നത്. നമുക്ക് 11 മണിക്കായിരുന്നു കേട്ടോ നമ്മൾ ഫ്ലൈറ്റ്. അങ്ങനെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇതാ സ്റ്റാഫ് വന്നിട്ട് അനൗൺസ് ചെയ്യേണ്ടിയിരുന്നു കേട്ടോ ഫ്ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. കുറച്ച് റഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ലതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കയറി. പിന്നെ ഫ്ലൈറ്റിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ തരുമല്ലോ ആസ് യൂഷ്വൽ, അതൊക്കെ ചെയ്തു. അതൊക്കെ കണ്ടിരുന്നു. ഇതെത്ര കണ്ടാലും നല്ല രസമല്ലേ കണ്ടിരിക്കാൻ. അങ്ങനെ അതൊക്കെ കണ്ടിരുന്ന് ഇൻസ്ട്രക്ഷൻസൊക്കെ കണ്ട് പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. പിന്നെ കുറച്ച് നേരം വ്യൂ ഒക്കെ നോക്കിയിരുന്നു. നല്ല രസമല്ലേ കാണാൻ ഇതൊക്കെ. പിന്നെ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയിട്ടാണ്. ഞാൻ ഇങ്ങനെ എപ്പോഴും ബോർഡിംഗ് പാസ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ നോക്കാം എ ആണോ ബി ആണോ സി ആണോ അല്ലെങ്കിൽ ഡി ആണോ ഇ ആണോ എഫ് ആണോ എന്നൊക്കെ ഞാൻ നോക്കും. അപ്പോൾ എഫ് ആണെങ്കിൽ എ ആണെങ്കിലും മനസ്സിലട് പൊട്ടി, അതെ വിൻഡോ സീറ്റ് ആണല്ലോ. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്ന് കുറച്ച് നേരം പുറത്തൊക്കെ നോക്കിയിരുന്നു. പിന്നെ നല്ല ടയേർഡായിരുന്നു, എനിക്ക് വയ്യായിരുന്നു, നല്ല പനിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടയേർഡായിരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങി. അപ്പോൾ ഇതാ നമ്മളിവിടെ ബോംബെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഫുൾ ഞാൻ കിടന്നുറങ്ങിയിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു കാഴ്ച പോലും പുറത്തേക്ക് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മൾ ബോംബെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറി. അവിടെ നല്ലോണം ടൈം ഉണ്ടായിരുന്നു. നമ്മളവിടെ ഒരു 1:30 2 ആകുമ്പോൾ എത്തി. പക്ഷേ നമ്മളുടെ ഫ്ലൈറ്റ് വന്നിട്ട് രാത്രി 8:30 നമ്മൾ ഉച്ചയായപ്പോൾ ഫുഡ് കഴിക്കാൻ വിചാരിച്ചിട്ട് മാമ ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ നമുക്ക് യോഗേർട്ടും ചിക്കൻ ബിരിയാണിയും പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു കോഫിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. അങ്ങനെ എല്ലാതും കഴിഞ്ഞു കേട്ടോ. നമ്മൾ ചെക്കിങ്ങും ഫോർമാലിറ്റീസും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഉള്ളിലേക്ക് കയറി. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് പോണതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും ഒരു ചായ കുടിച്ചു. നമ്മൾ ഗേറ്റ് വന്നിട്ട് 74 ആട്ടോ. അപ്പോൾ അവിടേക്ക് പോണതിൻ്റെ ഇടയിൽ നമ്മൾ വീണ്ടും ഒരു ചായ മേടിച്ച് കുടിച്ചു. അങ്ങനെ ഗേറ്റിൻ്റെ അവിടേക്ക് എത്തി. പിന്നെ ഇത് വീഡിയോ എടുക്കാനുള്ള പ്രഹസനങ്ങളാണ്. വീഡിയോ സൈഡിൽ ഓണാക്കി വെച്ചിട്ട് അറിയാത്ത ആളെ പോയില്ല ഇരുന്നിട്ട് ചായ കുടിക്കാം. പിന്നെന്താ, ഓസ്കാറിനുള്ള അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലൈറ്റ് വന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഗോയ്സ് 8:30 വരേണ്ട ഫ്ലൈറ്റ് വന്നത്. 10 മണിക്കാണ്. എത്ര ടൈമാണ് നമ്മൾ ലേഗ് അടിപ്പിച്ചേ. അതൊക്കെ കഴിഞ്ഞ് ഫൈനലി ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇൻസ്ട്രക്ഷൻസൊക്കെ തന്നു. ഈ ഫ്ലൈറ്റിലും ഞാൻ അടിപൊളിയായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങുക ഫ്ലൈറ്റിനുള്ളിൽ. പിന്നെ വേറെ എന്താ ചെയ്യുക, ഫോണും ഇല്ല ഒന്നുമില്ല. ശരിക്കും ഫ്ലൈറ്റിൽ നെറ്റ് വേണ്ടിയിരുന്നു കേട്ടോ.
അല്ലാണ്ട് പറ്റില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. നല്ല വ്യൂ കണ്ടു കേട്ടോ. വീണ്ടും സൈഡ് സീറ്റ്, മാമയുടെ സീറ്റാണ്, അടിച്ചു മാറ്റി ഇരിക്കട്ടെ. അങ്ങനെ അത് കഴിഞ്ഞ് ഒന്ന് ഉറങ്ങി എണിച്ചപ്പോൾ മാമ വിളിച്ച് അങ്ങനെ കോക്കും സ്മോക്ക്ഡ് ആൽമണ്ടും, മാമ കോക്കും കാഷ്യൂനട്ട് ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കുറേ നേരം കിടന്നുറങ്ങി. അതിൻ്റെ ഇടയിൽ എണിച്ച് നോക്കുമ്പോൾ ഒരു ബേബി കുറേ നേരമായിട്ട് കരയാ. ചെറിയ ബേബിയാണ്. പാച്ചിനമ്മയും കുറേ നേരമായ ബേബിയുടെ അടുത്ത് നടക്കണം. പക്ഷെ ആളൊരു രക്ഷയില്ല, കരയും തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റെ ഇടയിൽ വീണ്ടും ഉറങ്ങി ഒന്ന് എണിച്ചപ്പോൾ അടിയിൽ കണ്ട കാഴ്ചയാണ് ഗോയ്സ് ഇത്. നല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്തു. അങ്ങനെ നമ്മൾ ഫൈനലി അൽഹംദുലില്ലാ ബഹ്റൈൻ എയർപോർട്ടിലെത്തി. വീട്ടിൽ നിന്ന് രാവിലെ 7 മണിക്ക് ഇറങ്ങിയതാണ്. ഇവിടെ എത്തുമ്പോൾ നാട്ടിലത്തെ 2 മണിയൊക്കെ ആയിക്കണ്. ബഹ്റൈനിലെത്തുമ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും നടക്കുകയാണ് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളും ചെക്കിങ്ങും കാര്യങ്ങളുടെ അവിടേക്കൊക്കെ എത്തി. അൽഹംദുലില്ലാ എല്ലാം കഴിഞ്ഞ് റാഹത്തായി. നമ്മൾ ബഗേജൊക്കെ കിട്ടി. എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ഇക്കായുടെ ഫ്രണ്ടും കൂടിയിട്ട് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. മാമയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. ആൾ വണ്ടിയിട്ട് വന്നിട്ട് മാമാനെ പിക്ക് ചെയ്തിട്ട് ആൾ അങ്ങനെ പോയി. ഞാനും ഇക്കായിയുടെ ഫ്രണ്ട് ഷെയ്നും കൂടിയിട്ട് എന്താ പറയുക, ഫുഡൊക്കെ കഴിക്കണമല്ലോ, ഫുഡ് കഴിക്കണം. അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. 10 ദിവസങ്ങൾക്ക് ശേഷമുള്ള റൊമാൻസാണ് ഗോയ്സ് നിങ്ങൾ കാണുന്നത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കാണുമ്പോൾ സ്നേഹപ്രകടനമാണ് ഗോയ്സ് ഇത്, സ്നേഹപ്രകടനം. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തു. പിന്നെ നമുക്ക് സാലഡ് വന്നു. സാലഡ് കഴിച്ചിരിക്കുമ്പോഴത്തേനും ഞാൻ ചിക്കൻ നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. ചിക്കൻ നൂഡിൽസ് വന്നു. ഇക്കായും ഷെയ്നും കൂടിയിട്ട് ദോശയും പിന്നെ പൊറോട്ടയും പിന്നെ കറി വന്നിട്ട് എന്തുട്ടായിരുന്നു ഓർമ്മയില്ല ഗൈസ്. കാന്താരി ചിക്കൻ, യെസ്, കാന്താരി ചിക്കനും പിന്നെ ചിക്കൻ ഫ്രൈ വന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാനുള്ള ഓർമ്മ വന്ന്. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഒരു മിനിറ്റ് ലൈമും കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അൽഹംദുലില്ലാ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഒരു ദിവസം. അടിപൊളിയായി പോയി കിട്ടിയിട്ടാ. അങ്ങനെ അത്ര ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.